ഒരു മനുഷ്യനെ എത്രത്തോളം സമ്മർദ്ദത്തിൽ ആഴ്ത്താമോ അത്രയും സമ്മർദ്ദത്തിൽ ആഴ്ത്തി വളരെ താഴ്ത്തി അവനെ ഏറ്റവും അടി കൊണ്ടിട്ടിട്ട് തിരിച്ചെഴുന്നേറ്റ് കയറി വരാൻ പറഞ്ഞാൽ കയറി വരുമോ? ചിലരുണ്ട് കേട്ടോ. അതിലൊരാളാണ് സഞ്ജു സാംസൺ. ഇന്നലത്തെ കളി, കഴിഞ്ഞ 4 കളിയിലും 3 കളിയിൽ അവസരം കിട്ടിയില്ല. 4-മത്തെ കളി മഴ കൊണ്ടുപോയി. 5-മത്തെ കളിയിൽ ഒരു അവസരം കിട്ടി വന്നപ്പോൾ ആരുടെ കൈയാണെങ്കിലും ഒന്ന് വിറയ്ക്കും. ബാറ്റ് പിടിക്കുമ്പോൾ ഒന്ന് വിറയ്ക്കും. കാരണം അത്രയും തീ പാർന്ന ബോള് എറിയുന്ന 2 പേര് സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് ബോളേഴ്സ്. എന്നാൽ മാർക്കോ ജാൻസൻ്റെ ആ ഒരു 2-മത്തെ ഓവറിൽ അവസാനത്തെ പന്ത് എത്ര നിഷ്പ്രയാസം, ഒരു 6, ഒരു രക്ഷയില്ലാത്ത 6. ഫസ്റ്റ് ബോൾ മുതലേ വന്നപ്പോഴേ വീശി. സഞ്ജുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ബോൾ കണ്ടങ്ങ് അടിക്കാൻ തോന്നുന്നു. അതുപോലെ ആയിരുന്നു മെൻറ്റാലിറ്റി ഇന്നലെ. പക്ഷേ എവിടുന്ന് കിട്ടിയ കോൺഫിഡൻസ് എന്ന് എനിക്കറിയില്ല. ഭയങ്കര നിസ്സാരമായിട്ട് സഞ്ജു റെഗുലർലി വന്ന് പിച്ചിൽ എല്ലാ കളിയിലും വന്ന് കളിച്ച ഒരാളെ പോലെ, ടീമിൽ എല്ലാ കളിയിലും ഉണ്ടായിരുന്ന ഒരാളെ പോലെ വളരെ കോൺഫിഡൻസോടുകൂടെ. അഭിഷേക് ശർമ്മ അപ്പുറത്തെ സൈഡിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിലും ഈസി ആയിട്ട് സഞ്ജു സാംസൺ അവിടെ നിന്ന് പൊളിക്കുമായിരുന്നു. ഇന്നലത്തെ കളിയിൽ ഒരു ചെറിയ സ്കോറോടുകൂടെ സഞ്ജു ഔട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ വേൾഡ് കപ്പ് സ്ക്വാഡ് ലിസ്റ്റിൽ പോലും സഞ്ജുവിൻ്റെ പേര് വരില്ലായിരുന്നു. അതുപോലെ തട്ടി എറിയാൻ വേണ്ടി കോച്ചും മറ്റുള്ളവരും അവിടെ റെഡിയായിട്ടിരിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിൽ വന്ന് നിന്നിട്ട് കളിച്ച, അത് കഴിഞ്ഞിട്ടുള്ള ആ സ്ട്രെയിറ്റ് ഡ്രൈവ് ഉണ്ടല്ലോ, ആ 4, ഒരു രക്ഷയില്ല. പെർഫെക്ഷൻ പറഞ്ഞാൽ മിഡിൽ ഓഫ് ദ ബാറ്റ് കൊണ്ടിട്ട് ബോൾ പോകുന്ന സുന്ദരമായിട്ടുള്ള, ഒരു രക്ഷയില്ലാത്ത അട്ടിപ്പൊളി. മോനെ നീ പൊളിച്ചു, നീ തകർത്തു, നീ തൂത്തുവാരി. നിന്നെ തകർക്കാൻ വേണ്ടി, നിന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഇരുന്നവരുടെ മുഖത്ത് നീ നല്ലൊരു സ്ലാപ്പാണ് അത് കൊടുത്തത്. നീ പൊളിക്കും, നീ ഇനിയും പൊളിക്കും. വേൾഡ് കപ്പിൽ നീ കയറി വാ, നിന്നെ അവിടെ വെച്ച് കാണാം നമുക്ക്. നിന്നെ താഴ്ത്താൻ നോക്കിയവരുണ്ടല്ലോ എല്ലാവരുടെയും ഓരോ 6ഉം ഓരോ 4ഉം അവരുടെ മുഖത്തുള്ള അടിയാവട്ടെ.